ഓക്കെ. അപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ, ഒരു ദ്വാദശി തിഥിക്കാണ് ഒരു കുട്ടി ജനിക്കുന്നത് എങ്കിൽ ഉം. ഉറപ്പായിട്ടും അവരുടെ മാതാപിതാക്കളുടെ കുടുംബ ജീവിതത്തിൽ നിശ്ചയമായിട്ടും ഒരു പ്രോബ്ലംസിനെ കൊടുക്കും. ഓക്കെ. അതായത് അപ്പൊ എന്തുകൊണ്ടാണ് രണ്ടുപേരും തമ്മിലുള്ള നല്ല ബന്ധത്തില് വിള്ളലുകൾ വീഴുമെന്നാണോ പറയുന്നത്? വിള്ളലുകൾ വീഴും? അത് ഈ കുട്ടി ജനിച്ചത് കൊണ്ടല്ല, ഉം. ഇവർക്ക് ഇങ്ങനെ ഒരു കർമ്മയുണ്ട്. ഓക്കെ. ഇങ്ങനെ ഒരു കർമ്മ സംഭവിക്കാൻ കാരണമുണ്ട്. ഓക്കെ. അങ്ങനെ സംഭവിക്കണം എങ്കിൽ മാത്രമേ ഇവർക്ക് ദ്വാദശ തിഥിയിലെ ഒരു കുട്ടി വന്ന് പിറക്കുള്ളൂ. ഓക്കെ. അത് ആ കുട്ടിയുടെ കുഴപ്പമല്ല, ഓക്കെ. ഈ മാതാപിതാക്കളുടെ കർമ്മയുടെ ദോഷം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിനെ പരിഹരിക്കണം. ഓക്കെ. അതിനെ പരിഹരിക്കേണ്ട ക്രിയാമാർഗങ്ങൾ നമ്മുടെ ഋഷീശ്വരന്മാർ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ. ആ കർമ്മയെ നിവർത്തി ചെയ്യുന്നതായ ക്ഷേത്രങ്ങള് നമ്മുടെ ഋഷീശ്വരന്മാർ ഇവിടെ കണ്ടെത്തി തന്നിട്ടുണ്ട്. അത് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെയും പോയി മുജ്ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങൾക്കുള്ള നിവർത്തി ചെയ്തു കൊണ്ടാൽ ഉറപ്പായിട്ടും ആ ജീവിതത്തിലെ പ്രോബ്ലംസുകൾക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പം ഇതൊക്കെ നമ്മൾ ഞാനൊരു ടീച്ചറാണ്. സാധാരണഗതിയിൽ പറഞ്ഞു കഴിയുമ്പോഴേക്കും ആളുകൾക്കൊന്നും ഗ്രഹിക്കാനായിട്ട് സാധിക്കില്ല. ഇല്ല, ഇല്ല. ഒരുപാട് ആളുകളുടെ ജീവിതങ്ങളിൽ പ്രശ്നങ്ങൾ സംഭവിച്ചതിന് ശേഷം ഇവിടെ വന്ന് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി അവര് അതിനുള്ള പ്രതിവിധികൾ ചെയ്തതിന് ശേഷം അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കറിയാം. ഉം. ഇപ്പം ഞാനൊരു ടീച്ചറാണ്. അപ്പൊ ഞങ്ങളുടെ ഉം. സ്കൂളില് പല പാരന്റ്സും അതായത് ഹസ്ബൻഡ് വൈഫിന്റെ ഇടയിൽ വഴക്കുണ്ടായിട്ട് കുട്ടികളെ ഹോസ്റ്റലിൽ കൊണ്ട് ചേർക്കുന്നുണ്ട്. അപ്പം അവര് പറയുന്ന റീസൺ എന്താ വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പ്രശ്നമാണ്, അതുകൊണ്ട് ഇവള് ഇവിടെ നിന്നോട്ടെ, വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. കുട്ടിക്കാണെങ്കിൽ പാരന്റ്സിന്റെ കൂടെ ഇരുന്നിട്ട് പഠിക്കാനാണ് താല്പര്യം, റെസിഡൻഷ്യൽ സ്കൂളിൽ പഠിക്കാൻ താല്പര്യമില്ല. പക്ഷെ അവർക്ക് ഉം. താല്പര്യമില്ല കുട്ടീനെ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നതിന്റെ പിന്നിലും ഈ ഒരു പാസ്റ്റ് ലൈഫ് ആസ്ട്രോളജി ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അല്ലെ? സോ പക്ഷേ അതിന്റെ പിന്നിലും കാരണമുണ്ട്. ഇപ്പം അതിന്റെ അച്ഛനും പിന്നിലും കാരണമുണ്ട്. അമ്മയ്ക്കുമാണ് ഇങ്ങനെ പ്രശ്നമെങ്കിൽ കൂടെ ആ കുട്ടി അവിടെ പ്രശ്നം അനുഭവിക്കുന്നുണ്ടല്ലോ, ആ കുട്ടി മാനസികമായിട്ട് അനുഭവിക്കുന്നത് സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടല്ലോ, അതും ആ ഈ കുട്ടിയുടെ ഒരു കർമ്മയാണോ? ആത്മാവ് ഈ ഒരു ആത്മാവ് ഇങ്ങനെയുള്ള കർമ്മ അനുഭവിക്കണമെന്നും ഇത്തരത്തിലുള്ള ഒരു മാതാപിതാക്കളിൽ ജനിക്കണമെന്നും ആ കുഞ്ഞിനും അതിൻ്റെതായ കർമ്മയുണ്ട്. മനസ്സിലായോ? ഇപ്പം മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഉം. പൂയ നക്ഷത്രത്തിൽ ഒരു കുട്ടി വന്ന് പിറക്കുക എന്ന് ഉം. വിചാരിക്കുക. ഉം. അപ്പൊ പൂയ നക്ഷത്രത്തിൽ ഒരു കുട്ടി വന്ന് പിറക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് രാഹു എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ ഒരു കർമ്മ ആയിട്ടാണ് ഇവിടെ വരുന്നത്. രാഹു എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ ശാപമായിട്ടാണ് വരുന്നത്. ഓക്കെ. അപ്പം രാഹു എന്ന് പറയുന്ന ഗ്രഹത്തെ കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ മുന്നോറുകളെ ചിന്തിക്കണം. പിതാമഹോ രാഹു, അതായത് നമ്മുടെ മുത്തശ്ശന്റെ കാലഘട്ടത്തെ പറ്റി ചിന്തിക്കണം. ഓക്കെ. അപ്പൊ മുന്നോറുകളായിരിക്കുന്ന ആൾക്കാർക്ക് തിഥി കൊടുക്കാത്തതിൻ്റെതായ ദോഷങ്ങൾ. ചെയ്തി അപ്പൊ കൊടുക്കാൻ പൂർവികരായിരിക്കുന്ന വെളിയിടാത്തതാണോ? തിഥി ദോഷം, അവർക്ക് മോക്ഷ പ്രാപ്തി ഇല്ലാതെ നിൽക്കുന്ന പിതൃക്കളുണ്ട്, അവരുടെ കുടുംബത്തുണ്ടാവും. ഉം. നാഗ ആചാരങ്ങളുമായി ബന്ധം ഇവർക്കുണ്ടാവും. പൂർവ്വ തലമുറയിൽ അല്ലെങ്കിൽ ഈ ആത്മാവിന് നാഗങ്ങളുമായിട്ടുള്ള ആചാരങ്ങൾ ഉണ്ടാവും. ഉം. ആ നാഗ ആചാരങ്ങളെ നശിപ്പിച്ചിട്ടുണ്ടാവാം, ഓക്കെ. അല്ലെ നാഗഭൂമികൾ അപഹരിച്ചിട്ടുണ്ടാവാം. ഓക്കെ. ഇങ്ങനെയൊക്കെയുള്ള കർമ്മയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പൂയ നക്ഷത്രത്തിലേക്ക് ഒരു കുട്ടി വന്ന് പിറക്കും. ഓ. അങ്ങനെ പിറക്കുന്നതോടു കൂടി തന്നെ എന്താ പറ്റുക? അവരുടെ ജീവിതങ്ങളിൽ ആദ്യകാലം സന്തോഷവും പിന്നീട് അങ്ങോട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവർക്ക് എന്ത് പറ്റും? ഭൂമി പ്രശ്നം വരും, വസ്തു പ്രശ്നം വരും. ഉം. വസ്തു മേടിച്ചാൽ അത് വാഴാത്ത അവസ്ഥ വരും. താമസിക്കുന്ന ഭൂമി അത്ര സുഖകരമായിരിക്കത്തില്ല, നല്ലൊരു വീട് വെക്കാൻ പറ്റത്തില്ല. വീടിന്റെ കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ എന്തോ ഡോക്യുമെന്റ് പ്രോബ്ലംസുകൾ വരും. വില്ലേജ് ഓഫീസിൽ പോകുമ്പോൾ അവിടെ പ്രശ്നം വരും, ഓ. മറ്റേ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ പ്രശ്നം വരും, മൊത്തത്തിൽ അളക്കാൻ ചെല്ലുമ്പോൾ അവിടെ പ്രശ്നം വരും. ഇങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായിരിക്കും. അപ്പൊ നമ്മൾ എന്തവരോട് പറയും? നിങ്ങൾക്ക് ഇന്ന കർമ്മയാണുള്ളത്, രാഹുവിന്റെ കർമ്മയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ മുന്നോറുകളായിരിക്കുന്ന ആൾക്കാർക്ക് സർപ്പസംബന്ധമുള്ള ആചാരങ്ങളെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയാമോ? ചിലപ്പോൾ അവർക്ക് അറിയത്തില്ലായിരിക്കാം. അവരുടെ
അച്ഛനോടോ അമ്മയോടോ അപ്പൂപ്പനോ ഒക്കെ കൂടെ തിരക്കി കഴിയുമ്പോൾ അവർക്ക് പറയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് പിൽക്കാലത്ത് നശിച്ചുപോയി. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആ സർപ്പനിവർത്തിക്ക് പരിഹാരം ചെയ്യൂ, നിങ്ങൾക്ക് വീടുണ്ടാവും. ഓക്കെ. നിങ്ങളുടെ മുന്നോറുകളായിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ കൃത്യമായിട്ടും തിഥി കൊടുക്കൂ, നിങ്ങൾക്ക് ഗുണമുണ്ടാകും. അങ്ങനെ അവർ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അവരുടെ ഈ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറി അവർ നല്ല ഒരു നിലയിലേക്ക് അവരുടെ ജീവിതം ഉയരാനായിട്ട് സാധിക്കും. പൂയം എന്ന് പറയുന്ന നക്ഷത്രം 27 നക്ഷത്രങ്ങളിലേക്കും ഏറ്റവും നല്ല നക്ഷത്രമാണ് പൂയ നക്ഷത്രം. ഓക്കെ. ആചാര്യ ഗ്രഹമാണ് പൂയം. ഓക്കെ. ബൃഹസ്പതി ദേവഗുരു വ്യാഴമാണ്. പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രത്തിന്റെ ദേവത ബൃഹസ്പതിയാണ്. ഓക്കെ. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം ധനകാരകനാണ് വ്യാഴം. ആചാര്യ ഗ്രഹമാണ് വ്യാഴം. ആ ആചാര്യ ഗ്രഹം ഉച്ചമാകുന്ന രാശിയാണ് കർക്കടകം. അത് പൂയം നക്ഷത്രത്തിലാണ് വ്യാഴം ഉച്ചമാകുന്നത്. ഓക്കെ. മനസ്സിലായോ? തിരുച്ചെന്തൂർ മുരുകൻ വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം ഉച്ചസ്ഥായി നിൽക്കുന്ന സങ്കേതമാണ് തിരുച്ചെന്തൂര്. ഓക്കെ. അതുകൊണ്ടാണ് ഗുരു തിരുച്ചെന്തൂർ മുരുകൻ. ഗുരുദോഷമുള്ളവര്, വിദ്യാഭ്യാസത്തിന് ഗുണമുണ്ടാകേണ്ടവരൊക്കെ തന്നെയും നേരെ വിട്ടുപിടിക്കേണ്ടത് എങ്ങോട്ടാ? തിരുച്ചെന്തൂർ മുരുകന്റെ ക്ഷേത്രത്തിലേക്ക്. ഓക്കെ. മനസ്സിലായോ? അപ്പൊ അത്രയധികം ശ്രേഷ്ഠമായ ഗ്രഹമാണ് പൂയം നക്ഷത്രം. പക്ഷെ ജനനം എന്ന് പറയുന്ന എന്തോരം പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാ. അതാണ് കർമ്മ. എത്രയോ ജനങ്ങൾ പൂയം നക്ഷത്രത്തിൽ ജനിക്കുന്ന എത്രയോ വ്യക്തികൾ പറയുന്ന കാര്യങ്ങളാണ്, ഇങ്ങനൊരു ജീവിതം എനിക്ക് എന്തിനു തന്നു എന്ന് ചിന്തിക്കും. പക്ഷെ അവരുടെ കർമ്മ അവര് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി ആ റൂട്ടിലൂടെ അവര് പോയാൽ അവര് വേറെ ലെവലിലെത്തും. ഞാൻ ഈ അടുത്ത് തിരുച്ചെന്തൂർ പോയിട്ടുണ്ടായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു തൊഴാൻ വേണ്ടിയിട്ട്. ഒരു 5 മണിക്കൂറോളം വരി നിന്നു. പക്ഷെ ലാസ്റ്റ് ഗുരുവാണ്. മൊമെന്റ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടി. അതാണ് ഗുരു. ഗുരു നമ്മുടെ നക്ഷത്രം എന്താണ്? മകീരം. ആ, അടിപൊളി. മകീര നക്ഷത്രമാകുമ്പോ എന്താ പറ്റുക? ഗുരു എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ ശാപം കൊണ്ടാണ് മകീര നക്ഷത്രം ജനിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കർമ്മ നിങ്ങൾ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അധ്യാപന മേഖലയിലോട്ടോ അറിവ് പകർന്നു കൊടുക്കുന്ന മേഖലയിലോട്ടോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വരണം. അതെ. മകീര നക്ഷത്രത്തിൽ പറഞ്ഞിരിക്കുന്ന പല ആളുകൾക്കും നല്ല ജ്ഞാനം ഉണ്ടാവും. ഉം. പലതരത്തിലുള്ള സംഗീത വാസനകൾ ഉണ്ടാവും. കലാപരമായിട്ടുള്ള നല്ല നിലയിലുണ്ടാവും. കാര്യങ്ങളെ അവതരിപ്പിക്കാനുള്ള കഴിവുണ്ടാകും. പഠിപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. പക്ഷെ ഇവർക്ക് കൃത്യമായ രീതിയിൽ അത് വർക്കാവത്തില്ല. ഏതെങ്കിലും രീതിയിൽ പഠന മേഖലയിൽ ഒരു 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 തടസ്സം, ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കാരണം ഗുരു എന്ന് പറയുന്ന ഗ്രഹം അവർക്ക് ശാപമായിട്ട് നിൽക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഗുരു എന്ന് പറയുന്ന അമ്പലത്തിലേക്ക് പോകുമ്പോൾ, ഗുരുവിന്റെ അമ്പലത്തിലോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ശാപത്തിൻ്റെതായ ശിക്ഷകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ശരിക്കും പെയിൻ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ശിക്ഷയാണ്. കാരണം നിങ്ങളുടെ അവിടെ ചെല്ലുമ്പോൾ തന്നെ നിങ്ങളുടെ ബുക്ക് അവർ തുറന്നു നോക്കും. അന്നേരം ഓക്കെ. അവർക്ക് മനസ്സിലാക്കും നിങ്ങൾ പൂർവ്വജന്മത്തില് എന്ത് ചെയ്തു? ഗുരുക്കന്മാരെ നിന്ദിച്ചവരാണ്. നിങ്ങൾക്ക് വഴി പറഞ്ഞു തന്നവരെ നിങ്ങൾ ദ്രോഹിച്ചതാണ്. ഗുരുക്കൾ കുട്ടികൾ കുട്ടികൾ ഗുരു കുട്ടികളാണ്, വ്യാഴം കുട്ടികളാണ്. അപ്പൊ കുട്ടികളുമായിട്ട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ എന്താ പറ്റുന്നത്? ഒന്നുകിൽ നിങ്ങൾക്ക് സന്തതി ഭാഗ്യം ഉണ്ടാകാൻ ബുദ്ധിമുട്ട് വരും, അല്ലെങ്കിൽ നിങ്ങൾ സന്തതികൾ ജനിച്ചാൽ അവർക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ വരും. രോഗമാകാം, ദുരിതമാകാം, വിദ്യാഭംഗമാകാം, ഏതെങ്കിലും തരത്തിലൊരു തട അവിടെ കൊടുക്കും. ജനിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും വളർന്നു വന്നു കഴിയുമ്പോഴേക്കും നിങ്ങൾ പറഞ്ഞാലായിട്ട് അവര് കേൾക്കാത്ത അവസ്ഥ വരും. അവര് മുഖേന നിങ്ങൾക്ക് മാനസികമായിട്ട് വ്യഥ അവരിൽ നിന്ന് തരും. അപ്പൊ ആ കർമ്മകാര്യങ്ങളെ നിങ്ങൾ കൃത്യമായിട്ട് പരിഹരിക്കണം. പരിഹരിച്ചാൽ ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവവേദ്യമായിട്ട് വരത്തില്ല. അതാണ് കാര്യകാരണ സഹിതോ എന്ന് പറയും. കാര്യം മാത്രം മനസ്സിലാക്കിയാൽ പോരാ, കാരണവും മനസ്സിലാക്കണം. ഇതിനൊക്കെ ഇന്നൊരു കാര്യമുണ്ട് നമ്മൾ മനസ്സിലാക്കി. എന്താണ് ഇതിന്റെ കാരണം? ഞാനിപ്പോ ഒരു മാപ്പ് പറഞ്ഞാൽ തീരുന്ന ഒരു കേസൊക്കെ ഉള്ളായിരിക്കും. അവിടെ പോയി പറഞ്ഞാൽ തീരില്ലേ? ഒരാൾ എന്നോട് ഭയങ്കര പ്രശ്നമാണ്, നമുക്കറിയാം ആ ആൾ എന്നോട് പ്രശ്നമാണെന്ന് നമുക്കറിയാം, അല്ലെ? എനിക്കറിയത്തില്ല, അദ്ദേഹം എന്നോട് ചുമ്മാ വഴക്കുണ്ടാക്കുകയാണ്, കാര്യം അറിയില്ല. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് എന്താ കാര്യം, എന്താണ് പറ്റിയത്? അപ്പൊ നമ്മൾ തിരക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന കാരണം കൊണ്ടാണ് പുള്ളി നമുക്ക് പ്രശ്നം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ആ കാരണത്തെ മനസ്സിലാക്കി നമ്മളോടൊരു പ്രതിവിധി ചെയ്താൽ പോരാ. അദ്ദേഹത്തോട് ഒന്ന് പറയും ഇതാണോ അദ്ദേഹത്തിന്റെ പ്രശ്നം, അതുകൊണ്ട് അദ്ദേഹത്തിന് 100 രൂപ നമുക്ക് കൊടുക്കണം, അതായിരിക്കും അദ്ദേഹത്തിന്റെ പ്രശ്നം. 100 രൂപ കൊണ്ട് കൊടുത്താൽ പോരെ, തീർന്നില്ലേ പ്രശ്നം?
അതെ. അപ്പൊ എന്ന് പറയുന്ന പോലെ കാരണത്തെ മനസ്സിലാക്കണം. അവിടെയാണ് നമുക്ക് പൂർവജന്മ അസ്ട്രോളജിയുടെ പ്രാധാന്യം. ഓക്കെ. മനസ്സിലായോ? അതെ. അപ്പൊ ഒരു കുട്ടി പിറക്കുന്നത് ദോഷനക്ഷത്രത്തിൽ പിറക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ മാതാപിതാക്കളുടെയും കർമ്മ ഉണ്ടാകും. അങ്ങനെ ഒരു കർമ്മ അനുഭവിക്കാൻ യോഗമുള്ള ഒരു കുട്ടി മാത്രമേ ഈ മാതാപിതാക്കളുടെ കുട്ടിയായിട്ട് വന്ന് ജനിക്കുകയുമുള്ളൂ. എനിക്കുള്ളൂ. അത് പല രീതിയിലാകാം. നമ്മളോട് ഭയങ്കരമായിട്ട് അറ്റാച്ച് ഉണ്ടായിട്ടുള്ള നമ്മുടെ വീട്ടിലെ ഒരു പട്ടിക്കുട്ടിയാന്ന് വിചാരിക്കാം. ഓക്കെ. നമുക്ക് നമ്മളോടും ഭയങ്കര സ്നേഹവും നമുക്കും ഭയങ്കരമായിട്ട് സ്നേഹം ഉണ്ടായിരുന്നു. ഉം. ആ സ്നേഹത്തിന്റെ ഊർജം, നമ്മളോടുണ്ടായിരുന്ന സ്നേഹവും നമുക്കുണ്ടായിരുന്ന സ്നേഹവും ഉം. ആ പട്ടിക്കുണ്ടെങ്കിൽ ഉം. ആ പട്ടി മരണപ്പെട്ടു പോയാല് ആ പട്ടിയുടെ സോൾ അവിടെ ഉണ്ടാവും. ഓക്കെ. അതിന് ജനിക്കാൻ കാരണമാകുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ പട്ടിയുടെ ഊർജം പോലും ജനിക്കുന്ന ഒരു കുട്ടിയെ സ്വാധീനിച്ചേക്കാം. ഓ. അങ്ങനെയും നമുക്ക് ചിന്തിക്കാം. ഇന്നതുപോലെ ഓക്കെ. പറഞ്ഞോളൂ. ഇന്നതുപോലെ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. ഓക്കെ. നമ്മൾ ജാതകം പരിശോധിച്ചതിൽ പോലും ഇങ്ങനെ കണ്ട സാഹചര്യങ്ങളുണ്ട്. ഇന്നതുപോലെ സംഭവിക്കുന്നു എന്ന് പറയാൻ നമ്മൾ കേവലം മനുഷ്യന്മാർ മാത്രമാണ്. ഓക്കെ. നമുക്ക് ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. ഇതെല്ലാം വിധിയാണ്. അപ്പം അതുകൊണ്ടാണ് ജാതകത്തില് 4 രാശികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ചതുഷ്പാത് രാശികൾ എന്ന് പറയുന്നു. മൃഗരാശികളുണ്ട്, മനുഷ്യരാശികളുണ്ട്. മനസ്സിലായോ? 4 രാശികളൊന്നുണ്ട്. ആ 4 രാശികളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ പല ഘടകങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെ പല ഘടകങ്ങളെയും മനസ്സിലാക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്, പൂർവജന്മത്തില് ഇദ്ദേഹം ഒരു നന്ദിയുള്ള ഒരു മൃഗത്തിന്റെ സോൾ കണക്റ്റഡ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കും, നിങ്ങള് വളരെ സ്നേഹമായ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു നായ് നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നോ? നിങ്ങൾ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ഉണ്ടായിരുന്ന ഒരു നായ ഉണ്ടായിരുന്നു, അത് മരണപ്പെട്ടു പോയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അന്നേരമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു, ഭയങ്കര അറ്റാച്ച്, ഞങ്ങളുടെ ഓർമ്മയിൽ എപ്പോഴും അതുണ്ടെന്ന് പോലും അവർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എന്ത് കണക്ഷനാണ് നമ്മുടെ പാസ്റ്റ് ലൈഫില് ഈ ഉണ്ടാവുന്നത്? അപ്പൊ അതെന്താന്ന് പറഞ്ഞാൽ ഇവരോട് ഭയങ്കരമായിട്ടുള്ള ഒരു നന്ദി പോലെയുള്ള കാര്യങ്ങൾ അത് പ്രകടിപ്പിക്കും. ഇവർക്ക് വേണ്ടി ജീവിക്കുക, ഇവരെന്ത് പറഞ്ഞാലും അത് ശിരസാ വഹിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില ലക്ഷണങ്ങളൊക്കെയും അതിന് കാണും. മനസ്സിലായോ? തിരിച്ചൊന്നും മറുപടി പറയാതിരിക്കുക, അവരെന്ത് പറഞ്ഞാലും ഒരു ദൂതനെ പോലെ അല്ലെങ്കിൽ ഒരു സേവകനെ പോലെ നിൽക്കുക. ഇതൊക്കെ വളരെ ചുരുക്കം ജാതകങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. എല്ലാ കാര്യങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയും കണ്ട ജാതകങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ ശനിമാറ്റത്തിന്റെ പകർച്ചേനെ പറ്റിയിട്ടാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ശനിമാറ്റം ഇപ്പം വളരെ കൂടുതലായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ. ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ശനിമാറ്റത്തിനെ പറ്റി വരുന്നുണ്ട്. അപ്പൊ നമ്മളുടെയൊക്കെ ലൈഫില് ഈ ശനിമാറ്റം ദോഷകരമാണോ അല്ലെങ്കിൽ നല്ല രീതിയിലാണോ വരുന്നത്? എന്താണ് ശനിമാറ്റത്തിന്റെ നമുക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ശനിമാറ്റം കൊണ്ട് നമുക്ക് ഇപ്പൊ ഉണ്ടാവുന്ന ബെനിഫിറ്റ് ആണോ മോശമാണോ? അതൊന്ന് പറയാൻ പറ്റും? ശനി എന്ന് പറയുന്ന ഗ്രഹം നീതിമാൻ, ധർമ്മകാരകൻ, വലുതെന്നോ ചെറുതെന്നോ കുട്ടികളെന്നോ മുതിർന്നവരോ എന്നൊന്നും ഇല്ലാതെ എന്താണ് കർമ്മ അത് കൃത്യ അളവില്, കൂടുതലുമില്ല കുറവുമില്ല എന്ന നിലയിൽ കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്ന ഗ്രഹം. ധർമ്മകാരകനാണ്. യമധർമ്മന്റെ പുത്രനാണ് ശനി. യമധർമ്മൻ ആരാണ്? കാലൻ. കാലന്റെ പുത്രനാണ് ശനി. മനസ്സിലായോ? അപ്പം യമധർമ്മന്റെ കടമ എന്താണ്? ഇവന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായ സമയത്ത് കൊണ്ടുപോകാനുള്ളവൻ ആളാണെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞാണേലും കൊണ്ടുപോകും, പൗരനാണേലും കൊണ്ടുപോകും, വാർദ്ധക്യമാണേലും കൊണ്ടുപോകും. എന്ന് പറയുന്ന പോലെ
കറക്റ്റായ രീതിയിൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, കൃത്യമായ രീതി എന്താണോ അവന് കണക്ക്, ആ കണക്ക് കറക്റ്റായ രീതിയിൽ കൊടുക്കും. പുണ്യമാണെങ്കിൽ ഒരു ദാക്ഷിണ്യവും കൂടാതെ പുണ്യകർമ്മങ്ങളെ വാരി കോരി കൊടുക്കും. പാപകർമ്മയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ദണ്ഡനം കൃത്യമായ രീതിയിൽ കൊടുക്കുന്ന ആളാണ് ശനി ഭഗവാൻ. ഓക്കെ. മനസ്സിലാകും. എല്ലാ ഗ്രഹങ്ങളിലും നമ്മൾ പേര് പറഞ്ഞു വിളിക്കും. സൂര്യൻ, ചന്ദ്രൻ. സൂര്യനാണ് കർമ്മകാരകൻ. ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രഹം, എല്ലാത്തിന്റെയും നാഥനാണ് സൂര്യഭഗവാൻ, അല്ലെ? ആ സൂര്യനെ പോലും നമ്മൾ സൂര്യൻ, ആദിത്യൻ എന്നാ പറയുന്നത്. പക്ഷെ ശനി എന്ന് പറയുന്ന ഗ്രഹം നമ്മൾ പറയുന്നത് ശനി ഭഗവാൻ എന്ന് പറഞ്ഞാണ് നമ്മൾ സംബോധന ചെയ്യുന്നത്. അത്രയധികം നീതിമാനാണ് ശനി ഭഗവാൻ. അപ്പൊ ആ ശനി ഭഗവാന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതായത് മീനമാസം 15-ാം തീയതി, ഏപ്രിൽ 5-ാം തീയതി തന്റെ സ്വന്തം രാശിയായ കുംഭൻ രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് ശനിക്ക് പകർച്ചയുണ്ടായിട്ടുണ്ട്. അപ്പം മീനം എന്ന് പറയുന്ന രാശി വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ രാശിയാണ്. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ആരാണ്? ദേവഗുരുവാണ്, ദൈവഗ്രഹമാണ് വ്യാഴം. വ്യാഴം സാക്ഷാൽ മഹാവിഷ്ണു. അപ്പോ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം, അല്ലെ, വ്യാഴത്തിന്റെ രാശി, വ്യാഴത്തിന് സ്വാധീനമുള്ള രാശികൾക്കൊക്കെ തന്നെയും ഒരു ദൈവാധീന ഗുണമുള്ള രാശിയായിരിക്കും. അതായത് ധനു എന്ന് പറയുന്ന രാശിയും മീനം എന്ന് പറയുന്ന രാശിയും വ്യാഴത്തിന് സ്വന്തം ക്ഷേത്രവും, കർക്കിടകം എന്ന് പറയുന്ന രാശി വ്യാഴത്തിന് ഉച്ചാവകാശവുമുള്ള രാശിയാണ്. അപ്പം കർക്കിടകം രാശിയിലും ധനുരാശിയിലും മീനം രാശിയിലും വ്യാഴം നിൽക്കുമ്പോഴോ നോക്കുമ്പോഴോ ആ ഭാവത്തിന് ഒരു ദൈവാധീന ഗുണത്തെ കൂട്ടിക്കൊടുക്കും. അപ്പോ ശനി ഭഗവാൻ എന്ന് പറയുന്ന ഗ്രഹം ആരാണ്? ധർമ്മകാരകനാണ് ശനി ഭഗവാൻ. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ദൈവകാരകനാണ് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം. അപ്പം ധർമ്മകാരകനായിരിക്കുന്ന ശനി ഈശ്വരാംശമായ മീനം രാശിയിലേക്ക് വരുമ്പോൾ എന്താണ് പ്രതിപാദിക്കുന്നത് വെച്ചാൽ, ഒരു നല്ല ഗുണത്തെ, ഒരു ദൈവിക ഗുണത്തെ പ്രദാനം ചെയ്യാന് പ്രാപ്തമാകും. അതായത് നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർക്ക് കൃത്യമായിട്ടും ഒരു തരത്തിലുള്ള മടിയും കൂടാതെ നല്ല ഫലങ്ങളെ തീർച്ചയായിട്ടും കൊടുത്തിരിക്കും. എന്നാല് ദോഷഫലം ചെയ്തിട്ടുള്ള ആളുകളാണ് എങ്കിൽ, അതായത് കർമ്മ ദോഷങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, മറ്റുള്ളവരുടെ പണം അപഹരിച്ചിട്ടുള്ളവരാണെങ്കിൽ, മറ്റുള്ളവരെ വഞ്ചിക്കുകയും പറ്റിക്കുകയും ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, മറ്റുള്ള ആൾക്കാർക്ക് ഉപദ്രവങ്ങളും ദോഷങ്ങളും വേദനകളും ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ശനി ഭഗവാൻ കൃത്യമായിട്ടും ദണ്ഡനം കൊടുത്തേ പോകൂ. ജാതകത്തിൽ ശനി എന്ന് പറയുന്ന ഗ്രഹം ശാപമായി തീർന്നിട്ടുള്ള ആളുകൾക്കും, ശനി എന്ന് പറയുന്ന ഗ്രഹം മുടങ്ങി നിൽക്കുന്ന ആളുകൾക്കും, ശനി എന്ന് പറയുന്ന ഗ്രഹം വൈനാശികമായി വന്നിരിക്കുന്ന ആളുകൾക്കും, ജാതകത്തില് ശനി ദോഷാവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്കും ഒക്കെ തന്നെയും ശനി ഭഗവാന് മീനം രാശിയിലേക്ക് വരുമ്പോൾ അല്പം വേദനാജനകമാകുന്ന അനുഭവങ്ങളെ കൊടുക്കും. എന്നാൽ ശനി ഭഗവാൻ ജാതകത്തിൽ യോഗിയായി നിൽക്കുക, അനുകൂല സ്ഥാനങ്ങളിൽ നിൽക്കുക, പുണ്യകർമ്മങ്ങളെ ചെയ്തിട്ടുള്ള ആളുകൾക്ക്, ദൈവികമായ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക്, ഇവർക്കൊക്കെ തന്നെയും ശനി ഭഗവാന്റെ മീനം രാശിയിലേക്കുള്ള സ്ഥിതി കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ഗുണാവസ്ഥ കൊടുത്തിട്ടേ ശനി ഭഗവാൻ അടുത്ത രാശിയിൽ നിന്ന് പോകത്തുള്ളൂ. ഇപ്പം വന്നപ്പോ തന്നെ ബാല്യമാകുന്ന ഒരു അവസ്ഥയാണ് ശനീശ്വരനുള്ളത്. അതിബാലശ്ച ബാലശ്ച കുമാരോ യുവ ഭൂമിഭോ
വൃദ്ധോമൃതി സ്ഥാനഭേദ ക്രമശോ ദശാഹ എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പൊ വന്നപ്പോ തന്നെ ഒരു ബാല്യാവസ്ഥയാണ്, ഓക്കെ. തുടങ്ങിയതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ശനി ഭഗവാൻ അവിടെ സ്ഥിതനായി നിൽക്കുമ്പോൾ തോറും ഉം. ഇത് വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കും. ഓക്കെ. ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെതായ ഏക്കങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഉം. പുണ്യകർമ്മങ്ങൾ ചെയ്തിരിക്കുന്ന ആളുകൾക്ക് പുണ്യകർമ്മങ്ങൾ വർദ്ധിക്കുകയും പാപകർമ്മങ്ങൾ ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ദണ്ഡനം കൃത്യമായിട്ടും കൊടുത്തിട്ടേ പോകും. അതാണ് മീനം രാശിയിലെ ശനി ഭഗവാന്റെ അതായത് പ്രത്യേകത. ഇതിപ്പോ പാസ്റ്റ് ലൈഫിലെ വെച്ചിട്ടാണോ പറയുന്നത്, അല്ലെങ്കിൽ ഈ ജന്മത്തിലെ കർമ്മത്തിന്റെ ഫലമാണോ പറയുന്നത്? ഈ ജന്മത്തിലെ കർമ്മത്തിനും ഗോചരം ബാധകമാണ്. ഓക്കെ. ഗോചരം എന്ന് പറയുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നടക്കുന്ന ശനി മാറ്റങ്ങൾ, വ്യാഴമാറ്റം, രാഹുമാറ്റം, മറ്റ് ഗ്രഹങ്ങളുടെ മാറ്റങ്ങളൊക്കെയും ഗോചരം എന്ന് പറയുന്ന ഒരു ഫലത്തെ പറയും, സ്ഥിതിയെ പറയും. ഓക്കെ. പാസ്റ്റ് ലൈഫിനെ പറ്റി ചിന്തിക്കുക നമ്മുടെ ജാതകത്തിലാണ്. നമ്മൾ ജനിക്കുന്ന സമയത്ത് ഗ്രഹനിലയില് ഗ്രഹങ്ങളുടെ സ്ഥിതി, അതിനകത്ത് ശനി ഭഗവാൻ എങ്ങനെ നിൽക്കുന്നു എന്ന് കണക്കാക്കണം. ഉം. ഉം. അങ്ങനെ നിന്നാലും കിട്ടും അടി, ഇങ്ങനെ നിന്നാലും കിട്ടും അടി. എങ്ങനെ നിന്നാലും അടി എന്ന് പറയുന്ന ഒരു സാധനം ശനി ഭഗവാൻ കൊടുത്തിട്ടേ പോകും. അതുകൊണ്ട് പറ്റിക്കുകയോ മറ്റുള്ളവരെ ദ്രോഹിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അതിന് പരിഹാരം ചെയ്യുക. മറ്റൊരുത്തന്റെ ഇന്ന് പൈസ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ, കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവന് നേരെ കൊണ്ട് തിരികെ കൊടുത്തിട്ട് അവനോട് സോറി പറയുക, വൈകിയതിന് എനിക്ക് മാപ്പ് തരണമെന്ന് പറയുക. മറ്റൊരാളെ വഞ്ചിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ആ വഞ്ചന നിർത്തിയിട്ട് അവനോട് പോയി സോറി പറയുക. ശനി ഭഗവാൻ ക്ഷമിക്കും. ഓക്കെ. അതല്ലെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിച്ചതിന്റെ 10 ഇരട്ടി ഭഗവാന് വേറൊരാളിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കും. ഉം. 100 രൂപ ഇവൻ വാങ്ങിച്ചവനെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ശനി ഭഗവാൻ 1000 രൂപ ഇവനോട് കളയേണ്ട കാര്യങ്ങൾ ഭഗവാൻ തന്നെ ഒരുക്കി കൊടുക്കും. അതാണ് കർമ്മ. ശനി ഭഗവാന്റെ കർമ്മ അവനെ പ്രാപ്തനാക്കുക എന്ന് പറയും. ഓക്കെ. അവനെ തെറ്റും ശരിയും അനുഭവത്തിലൂടെ അനുഭവിപ്പിച്ചിട്ട് ഭഗവാൻ അതിനകത്ത് മാറ്റങ്ങൾ കൊടുക്കും. അവനെ കണ്ട് തന്നെ സ്വയം ചിന്തിപ്പിക്കും, ഷടാ ഞാനിത് ചെയ്യണ്ടായിരുന്നല്ലോ, ചിലപ്പോൾ അവനെ പറ്റിച്ചതിനുള്ള ഫലമായിരിക്കും എനിക്ക് ഇങ്ങനെ കിട്ടിയത് എന്ന് സ്വയമേ ചിന്തിക്കാനായിട്ട് നമ്മളെ പ്രാപ്തനാക്കി കൊടുക്കും ശനി ഭഗവാൻ. അതായത് നമ്മുടെ ക്ലാസ്സിലൊക്കെ എടുക്കുമ്പോഴേക്കും കർക്കശക്കാരനായിരിക്കുന്ന കണക്ക് മാഷെന്നൊക്കെ പറയും. പൊതുവെ നമുക്ക് കണക്ക് പീരീഡ്സ് ഒക്കെ പൊതുവെ എല്ലാവർക്കും അല്ല, ചില ആൾക്കാർക്ക് പൊതുവെ ബുദ്ധിമുട്ടായിരിക്കും, അതെ. അല്ലേ? അതെ. അടുത്ത എന്നെ കണക്ക് സംബന്ധിച്ചിട്ട് സാറിന്റെ ഭയങ്കര പീരീഡാന്ന് ബുദ്ധിമുട്ടായിരുന്നു. കണക്ക് പീരീഡാന്ന് പറയും, അല്ലേ? അതെ. അതെ. അദ്ദേഹത്തിന്റെ ഒരു കർക്കശ ബുദ്ധി, അല്ലെ? നമ്മളെ കൃത്യമായ രീതിയിൽ ഇവനെ പഠിപ്പിക്കണം എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ചിന്ത, അല്ലെ? നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു നിയമമുണ്ട്. കൃത്യമായിട്ട് ആ കണക്ക് കൂട്ടാൻ, കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവനെ പ്രാപ്തനാക്കണമെന്നുള്ള ആ ഉത്തരവാദിത്തമുള്ള ഒരു മാഷിന്റെ കടമയാണ് ശനി ഭഗവാന് നിർവഹിക്കുന്നത്. ഓക്കെ. അപ്പം ശനി എന്ന് പറയുന്ന ഗ്രഹം നല്ലതിക്ക് നല്ലവൻ, കെട്ടവനക്ക് മഹാ കെട്ടവനാണ് ശനി ഭഗവാൻ എന്ന് നമുക്ക് മനസ്സിലാകണം. അതെ. അപ്പൊ നമ്മുടെ കർമ്മത്തിനനുസരിച്ചിരിക്കും ശനി നമുക്ക് തരുന്ന ബ്ലെസ്സിങ്സ്. അതെ, തീർച്ചയായിട്ടും. സോ അപ്പൊ അങ്ങനെയൊക്കെയാണ് പാസ്റ്റ് ലൈഫ് ആസ്ട്രോളജിയും ശനിയുടെ മാറ്റപ്പകർച്ചയും ഒക്കെ നമ്മളുടെ ലൈഫിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. സോ ഞാൻ നേരത്തെ അതെ. ചോദിക്കാൻ വന്നിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മുടെ ഈ പാസ്റ്റ് ലൈഫ് ആസ്ട്രോളജി അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പരിഹാരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇത്തരം പരിഹാരങ്ങളൊക്കെ ഇപ്പം കേരളത്തിലാണ് നമ്മളുള്ളത്. അപ്പം ഈ കേരളത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നോർത്ത് സൈഡിലെ അമ്പലങ്ങളിലൊക്കെ പോയിട്ടാണോ നമുക്ക് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ സൗത്തിൽ തന്നെ നമുക്ക് അതിനുള്ള പ്രതിവിധികളുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള പ്രതിവിധികളൊക്കെ ഭയങ്കര കഠിനമായിട്ടുള്ളതായിരിക്കുമോ, എങ്ങനെയാണ് നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ വരിക? കഠിനമായവർക്ക് കഠിനമായിട്ടുള്ള കർമ്മ ഉണ്ടാവുമല്ലോ. അപ്പോ ചെറിയ ഒരു കല്ലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യമല്ലേ വരുള്ളൂ. എന്നാൽ വലിയൊരു മലയും കൊണ്ടുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ അവർക്ക് വ്യത്യാസം ഉണ്ടാവും. ജാതകത്തില് ഗ്രഹങ്ങൾക്ക് വക്രം ഭവിക്കുക, മൗഢ്യം ഭവിക്കുക, നീചം ഭവിക്കുക, ശത്രുക്ഷേത്രങ്ങളിൽ നിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് യോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന കർമ്മ വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ബ്രഹ്മഹത്യാദോഷം കാണും, സ്ത്രീ ശാപം കാണും,
പിതൃശാപം കാണും, മാതൃശാപം കാണും, ഭൂസ്വത്തുക്കൾ അപഹരിച്ച ദോഷം കാണും, ദേവതാശാപം കാണും, ബാധാശാപം കാണും, മറ്റുള്ളവനെ കൊലപാതകം ചെയ്ത ദോഷം കാണും. ഇങ്ങനെ ഒട്ടനവധി ദോഷങ്ങൾ നമ്മൾ അവന്റെ ജാതകത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ആ ജാതകത്തിൽ നമ്മൾ മനസ്സിലാക്കി അവൻ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങളുമുണ്ട്. അതിനെ പരിഹരിക്കാൻ പറഞ്ഞോളൂ. കാശി പോകേണ്ട ജാതകക്കാരനാണെങ്കിൽ അവൻ കാശി പോയല്ലേ പറ്റൂ. പോയേ പറ്റൂ. അപ്പം ഈ ഒരു പഴമൊഴി പറയുമല്ലോ, ഉം. പത്തായത്തില് അരിയുണ്ടെങ്കിൽ എലി ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുമെന്ന് പറയുന്ന പോലെ ഉള്ള ഒരു പഴമൊഴിയുണ്ട്. അതെ, എന്ന് നമ്മൾ പറയുമ്പോഴാണ് കാര്യങ്ങൾ പോയി തീരണം. പോയേ പോയേ പറ്റുള്ളൂ. എവിടെയാണ് നമ്മുടെ കാര്യം ഇരിക്കുന്നത് അവിടെ നമ്മൾ പോയേ പറ്റും. പോയേ പറ്റൂ. നാട്ടിലും ഉണ്ടാവും, നമ്മുടെ കേരളത്തിലും അതിന്റെ ക്ഷേത്രങ്ങളുണ്ട്, ഓക്കെ, മറ്റു സ്ഥലങ്ങളിലും ഉണ്ട്. അത് അവരുടെ ജാതകത്തിലാണ് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത്. പറയാൻ അവർ ഇന്ന പറ്റുമോ? സ്ഥലത്ത് പോകണം. അത് നമ്മുടെ ഋഷീശ്വരന്മാരെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന ജാതകക്കാര് ഇന്ന കർമ്മയ്ക്ക് ഇന്ന സങ്കേതങ്ങളിൽ പോയി പരിഹാരം ചെയ്യണം. ഓക്കെ, അങ്ങനെ പരിഹാരം ചെയ്യുമ്പോൾ നല്ല ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും കണ്ടു വന്നിട്ടുണ്ട്. വസ്തു പ്രശ്നങ്ങൾ കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഭൂമി വിൽക്കാൻ പറ്റുന്നില്ല, നല്ലൊരു വീട് വെക്കാൻ പറ്റുന്നില്ല. നമ്മൾ പറഞ്ഞ സങ്കേതങ്ങളിൽ പോയതിനു ശേഷം നല്ല രീതിയിൽ അവർക്ക് വസ്തു വിൽക്കാൻ പറ്റി, ഓക്കെ, ഇല്ല അവർക്ക് വീട് വെക്കാനായിട്ട് സാധിച്ചു എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. അവർക്കും അതിനൊരു കർമ്മ ഉണ്ടാകണം, അവർക്കും ഒരു ദൈവാധീനം ഉണ്ടാകണം. അതാണ് ഏറ്റവും വലിയ കാര്യം. അതെ. ഇതൊരു പരീക്ഷണ വസ്തുവായിട്ട് ചെയ്യരുത്. അവനവന് ബോധം ഉണ്ടാകണം, ഉം. എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ചിന്ത നമ്മളിൽ വരുമ്പോഴാണ് നമുക്ക് അതിനെ പരിഹരിക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് ആ തിരുമേനി അവിടെ വന്ന് പറഞ്ഞു എന്നാ അവിടെ വരെയൊക്കെ ഒന്ന് ചുമ്മാതെ പോയേക്കാം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? ഒരു കാര്യമില്ല. കാര്യം. നമ്മൾ അവന്റെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. ആത്മാർത്ഥതയോടുകൂടി എന്റെ പാപങ്ങൾക്ക് പരിഹാരമാകണം, ഞാൻ ചെയ്ത തെറ്റുകൾ ഇനി ആവർത്തിക്കരുത്, ഇനി ഞാനത് ചെയ്യില്ല എന്നുള്ള പൂർണ്ണ ബോധത്തോടു കൂടി നമ്മൾ അവിടെ പോയി മാപ്പ് പറഞ്ഞാൽ അതിനുള്ള പരിഹാരാധികാരങ്ങൾ ചെയ്ത് ഉറപ്പായിട്ടും ജീവിതത്തിൽ മാറ്റം സംഭവിക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. സോ ഇപ്പം ഒരുപാട് ആളുകൾക്ക് ചിലപ്പം പാസ്റ്റ് ലൈഫ് ആസ്ട്രോളജി, അവരുടെ ജീവിതം എന്തായിരുന്നു, പാസ്റ്റ് ലൈഫിൽ അവർ എന്തായിരുന്നു എന്നൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം തിരുമേനിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് അവർ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുക? ഓൺലൈനായിട്ട് നോക്കുമോ, ഓഫ്ലൈൻ ആയിട്ടാണോ, എങ്ങനെയാണ് തിരുമേനി നോക്കുന്നത്? കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് നോക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അവർക്കൊരു ഉപകാരമായിരിക്കും നമ്മുടെ ചാനൽ വഴി. അപ്പം ഞാനൊരു ക്ഷേത്രത്തിലെ പൂജാരിയാണ്. ഓക്കെ, ട്രിവാൻഡ്രത്താണ് നമ്മൾ താമസിക്കുന്നത്. ഉം, ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് തെങ്ങഴികം ശിവശക്തി ക്ഷേത്രത്തിൽ മേൽശാന്തിയായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഓക്കെ, കുറെ ക്ഷേത്രങ്ങൾക്ക് എനിക്ക് തന്ത്രമുണ്ട്, ക്ഷേത്രത്തിലെ തന്ത്രിയാണ് ഞാൻ. ഓക്കെ, ഞങ്ങൾ പാരമ്പര്യമായ രീതിയിൽ പൂജാ മന്ത്രതന്ത്രാദി കാര്യങ്ങളും ജ്യോതിഷങ്ങളൊക്കെയും കൈകാര്യം ചെയ്തു വന്നിരിക്കുന്ന ഒരു പാരമ്പര്യത്തിലെ ഒരു അംഗമാണ് ഞാൻ. ഓക്കെ, എൻ്റെ അച്ഛന്, എൻ്റെ വെല്ലിച്ചന്, എൻ്റെ വെല്ലിച്ചന്റെ അച്ഛന്, ഇങ്ങനെ നമ്മുടെ മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. ഉം. അപ്പം ആ പാരമ്പര്യത്തിൽ നിന്നും കൈമാറി കൈമാറി ഈ തലമുറയിലെ പാരമ്പര്യ ജ്യോതിഷനാണ് ഞാൻ. ഓക്കെ, എൻ്റെ പൂർവികര് സാമൂതിരിയുടെ കാലത്ത്, രാജാക്കന്മാരുടെ കാലത്ത് ആ കൊട്ടാരത്തിലെ ജ്യോതിഷന്മാരായിരുന്നു. ഉം. കൊട്ടാരം ജ്യോതിഷ പട്ടം കിട്ടിയിട്ടുള്ള ആളുകളാണ് നമ്മുടെ പൂർവികര്. ഉം. നമുക്ക് വിദേശത്തു നിന്നൊക്കെ തന്നെയും ഒരുപാട് കോളുകൾ വരാറുണ്ട്. ഓക്കെ, ഓസ്ട്രേലിയ, ജർമ്മനി, ഗൾഫ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് കോളുകൾ വരാറുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈനിലൂടെയാണ് ചെയ്തു കൊടുക്കാറുള്ളത്. ഓക്കെ. ഇപ്പം കൂടുതലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഉം. ഓൺലൈനിലൂടെയുള്ള അസ്ട്രോളജിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ. ഓൺലൈൻ പിന്നെ വഴിയാണ് നടത്തുന്നത്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഒക്കെയും ക്ഷേത്രത്തിൽ വരുന്ന ആളുകളൊക്കെ തന്നെ നമ്മളെ ഇവിടെ കാണാൻ വരാറുണ്ട്. ഓക്കെ. എന്നാലും നമ്മൾ മറ്റുള്ളവരെ കൂടുതൽ തിരുവനന്തപുരത്തുള്ള ബുദ്ധിമുട്ടിക്കാതെ ആളുകളാണെങ്കിൽ തിരുമേനിനെ ഡയറക്റ്റ് വന്ന് മീറ്റ് ചെയ്യണമെങ്കിൽ അമ്പലത്തിൽ വന്നാലും കാണാൻ പറ്റുന്നതാണ്. അവർക്ക് നോക്കി ചെയ്യാം, അവർക്കും ഓൺലൈനിലൂടെ ചെയ്യാനുള്ള ഓൺലൈനിലൂടെയും നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നോക്കാം. ഇല്ലെങ്കിൽ ഈ അമ്പല പരിസരത്തുള്ള ആളുകളൊക്കെയാണ് കാട്ടാക്കട
ഭാഗത്തുള്ള കാട്ടാക്കടയിലെ ആറ്റിങ്ങൽ അല്ലെ, ആറ്റിങ്ങൽ ഭാഗത്തുള്ളവരാണെങ്കിൽ ആ ഏരിയയിൽ ഉള്ളവരാണെങ്കിൽ അവിടെ വന്നിട്ട് നോക്കാം, നേരിട്ട് നോക്കാം. ഇല്ല എങ്കിൽ ഓൺലൈൻ വഴി നിങ്ങൾക്ക് നമുക്ക് നോക്കാൻ നോക്കാം. പറ്റുന്നതാണ്. സോ അപ്പൊ തീർച്ചയായും. അതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ഡയറക്റ്റ് നിങ്ങൾക്ക് തിരുമേനിയായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്പറും തിരുമേനിയെ കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കൊടുത്തേക്കാം. ഓക്കെ. സോ അപ്പൊ ഇന്നത്തെ നമ്മുടെ മനോഹരമായിട്ടുള്ള ഒരു പാസ്റ്റ് ലൈഫ് ആസ്ട്രോളജി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയായിരുന്നു നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ നമ്മൾക്ക് അത് അവതരിപ്പിച്ചു തന്നു. കൃത്യമായിട്ട് നമുക്ക് എന്താണ് പാസ്റ്റ് ലൈഫ് ആസ്ട്രോളജി, ആസ്ട്രോളജി തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എന്താണ് ശനിയുടെ പകർച്ച കൊണ്ട് നമുക്ക് വരുന്ന മാറ്റങ്ങൾ, ശനി എന്താണ്, പിന്നെ മറ്റ് ഗ്രഹങ്ങൾ നമ്മളുടെ ഇതിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്, എങ്ങനെയാണ് നമുക്ക് ഇതിനെല്ലാം പരിഹാരം എന്നൊക്കെ ചെറിയൊരു വീഡിയോയിൽ തന്നെ നമുക്ക് വളരെ മനോഹരമായിട്ട് അനൂപ് അഗ്നിശർമ്മൻ തിരുമേനി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. തിരുമേനി ഒരുപാട് സന്തോഷം ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റിൽ വന്നതിന്. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനിയും കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും മീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നന്ദി വളരെ.